ദേ മക്കളെ, സമയം 12 മണിയോട് അടുക്കാണ്. ഒരുപാട് കുട്ടികൾ ഈ രാത്രിയിലും മെസ്സേജ് അയക്കണോ, സാറേ പരീക്ഷ ഓർത്തിട്ട് നല്ല പേടിയുണ്ടോ, ഉള്ളിന്റെ ഉള്ളില് ഒരു കനല് പോലെ പരീക്ഷയെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പേടി ഇങ്ങനെ ആളി ആളി കത്തുന്നുണ്ട്. എന്റെ പൊന്നു മക്കളെ, നിങ്ങളോട് എനിക്ക് സാറിന് സ്നേഹപൂർവ്വം നിങ്ങളോട് പറയാനുള്ളത്, ഒട്ടും നിങ്ങൾ പേടിക്കേണ്ട. 1% പോലും എന്റെ കുട്ടികൾ നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ കൈവെടിയേണ്ടതില്ല. എന്റെ മക്കളെ, കഴിഞ്ഞ ഒരു വർഷ കാലയളവിലെ നമ്മൾ പഠിച്ചതും നമ്മൾ അറിഞ്ഞതും നമ്മൾ കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നാളത്തെ പരീക്ഷാ ഹാളിലും നിങ്ങൾ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അതിലൊട്ടും സംശയമില്ല. നമ്മുടെ മോഡൽ എക്സാമിനേക്കാളൊക്കെ എത്രയോ മികച്ച രീതിയിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആനുവൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ 1% പോലും എന്റെ മക്കൾ എന്ത് ചെയ്യേണ്ടതില്ല, ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. എന്റെ മക്കളെ, നിങ്ങളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഏത് മുതലാണ്, കഴിഞ്ഞ ഏപ്രിൽ മുതൽ അല്ലെങ്കിൽ ജൂൺ മുതൽ ആരംഭിച്ച യാത്രയാണല്ലേ ഇതേ. ഇവിടെ നമ്മൾ പരീക്ഷയിലേക്ക് കടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം നമ്മുടെ മുന്നിൽ ബാക്കി നിൽക്കുകയാണ്. ആരൊക്കെയാണ്? നിങ്ങൾ ഒറ്റയ്ക്കാണോ? നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുള്ള പേടി നിങ്ങളുടെ ഉള്ളിലുണ്ടോ? അല്ല മക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഹൃദയത്തിന്റെ ഉള്ളില് ഈ സമയത്തും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളുണ്ട് അല്ലെ, നിങ്ങളുടെ രക്ഷിതാക്കള്, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ നാളത്തെ പരീക്ഷ ഓർത്തിട്ട് നിങ്ങളെക്കാൾ വലിയ രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി ഹൃദയം പൊട്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന ഒരിക്കലും മക്കളെ വെറുതെ ആവില്ല. അതുകൊണ്ട് തന്നെ എന്റെ മക്കളോട് എനിക്ക് സ്നേഹപൂർവ്വം പറയാനുള്ളത്, നിങ്ങൾ ഒട്ടും പേടിക്കണ്ട, 1% പോലും പേടിക്കണ്ട. നിങ്ങൾ നാളെ പരീക്ഷ ഹാളിലേക്ക് നല്ല കോൺഫിഡൻസോട് കൂടി കടന്നു പോവുക. നന്നായിട്ട് പരീക്ഷ എഴുതുക. പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ഒരിക്കലും ഉത്തരപേപ്പറുകൾ നോക്കേണ്ട. അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവുക. ജീവിതത്തിൽ ഒന്നിന്റെയും അവസാനമല്ല. നാളത്തെ പരീക്ഷ ഒട്ടും നിങ്ങൾക്ക് പ്രയാസമാവില്ല. നാളെ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ എന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ എഴുതും, സാറേ പരീക്ഷ എളുപ്പമായിരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ് മക്കളെ.